ഹലോ എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓൾ ന്യൂ സുസുക്കി ജിക്സർ SF 250 ആണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ട്രിവാൻഡ്രത്തുള്ള വണ്ടിയാണ്. സോ പുള്ളി നമുക്ക് വേണ്ടി ഈ വണ്ടി ഇവിടെ വരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ വണ്ടിയുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പം ആസ് യൂഷ്വൽ നമുക്ക് വണ്ടിയുടെ ലുക്കിൽ തന്നെ തുടങ്ങാം. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടൊരു ഡിസൈനാണ് സുസുക്കി ജിക്സർ SF 250 സുസുക്കി നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു അടിപൊളി ലുക്ക് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ഫെയറിംഗ് ആണെങ്കിലും പഴയ ജിക്സറിനെക്കാട്ടിലും എന്തുകൊണ്ടും പക്കായിട്ടുള്ളൊരു ഫെയറിംഗ് ആണ് കൊണ്ടുവരിക്കുന്നത്. നല്ല വലിപ്പമുണ്ട്, പോരാത്തതിന് നല്ല ബൾക്കി ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ പറയേണ്ട കാര്യം തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റും ഉണ്ട്. അത് കാണാൻ ഇച്ചിരി ഓക്വേർഡാണ്, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടില്ല, ഇൻക്ലൂഡിങ് മീ. എനിക്കും വലിയ കാര്യമായിട്ട് എനിക്കിതിൻ്റെ വണ്ടിയുടെ ലോഞ്ചിൻ്റെ സമയത്ത് എനിക്ക് ഈ ഹെഡ്ലൈറ്റ് ഒരു ഇച്ചിരി ഓക്വേർഡായിട്ടാണ് തോന്നിയത്. പക്ഷേ ഓൺ റോഡ് പ്രസൻസും ഈ ഹെഡ്ലൈറ്റിൻ്റെ ഫങ്ഷനാലിറ്റി ഇത് പക്കായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ ബ്രൈറ്റാണ്, ഈ സെഗ്മെൻറ്റിലുള്ളത് വെച്ച് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഹെഡ്ലൈറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഞാൻ എൻ്റെ ജിക്സർ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്കും ഈ വരുന്ന മിറേഴ്സ് അല്ല, മറ്റേ ഞാൻ പറഞ്ഞ തുമ്പിയുടെ ആ സംഭവം തുമ്പിയുടെ ചിറക് പോലുള്ള ആ മിറർ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ മിററിൽ മാറ്റമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൈഡാണ് മിറർ, സ്റ്റോക്ക് വരുന്ന മിറർ. ഈ മിററല്ല, അത്യാവശ്യം നല്ല വൈഡാണ്. പുറകിലുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് വിസിബിളാണ്. പക്ഷേ ആ ഒരു പ്രശ്നം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ അതേ പ്രശ്നം നേരത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദേ ഇവിടെ ഞാൻ കാർഡിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ മിറർ ഈ നമ്മുടെ ഹാൻഡിലിൻ്റെ ബാർ ആൻഡ് വെയ്റ്റ്സിനെക്കാട്ടിലും വെളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോൾ അത് മറ്റ് വണ്ടികളിൽ പോയി തട്ടാനും പെഡസ്ട്രിയൻസിനൊക്കെ ഇച്ചിരി പ്രശ്നമായിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ആ മിറർ വണ്ടിയുടെ ഓണർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്നുണ്ട്. മറ്റേ ജിക്സർ SF പോലെ ബാർ ഹാൻഡിലല്ലാത്തതുകൊണ്ട് തന്നെ പുറകിലുള്ളതുമായിട്ട് സാമാന്യം നല്ല വിസിബിലിറ്റി തന്നെ തരുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ അതായത് ജിക്സറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ സീറ്റാണ്. ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നല്ലൊരു സീറ്റാണ്. വളരെ ഒരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ ജിക്സർ പോലുള്ള അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. നല്ല വൈഡായിട്ടുള്ളൊരു റൈഡർ സീറ്റ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല കുഷനിങ് ഉണ്ട്, ഇരുന്ന് ഓടിക്കാൻ നല്ല പിന്നെ പഴയ ജിക്സറിലുള്ള ഒരു വലിയൊരു പോരായ്മയായിരുന്നു ഈ സീറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മോശം ഫീഡ്ബാക്ക്. പക്ഷേ ഈ ജിക്സറിൽ അത് വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈവൻ പുറകെ ഇരിക്കുന്ന പില്ലിയന് പോലും നല്ല രീതിയിലൊരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഈ സീറ്റിന് പറ്റും. പില്ലിയൻ സീറ്റും നമ്മുടെ റൈഡർ സീറ്റിൻ്റെ അത്ര സോഫ്റ്റ് അല്ലെങ്കിലും പില്ലിയൻ സീറ്റും അത്യാവശ്യം സോഫ്റ്റാണ്, സാമാന്യം വൈഡും ഉണ്ട്. പിന്നെ ഈ ഗ്രാബ് റെയിലിൻ്റെ ഡിസൈൻ കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ റീച്ചബിൾ ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം ലോവർ സീറ്റ് ഹൈറ്റാണ്. എല്ലാ തരത്തിലുള്ള റൈഡേഴ്സിനും ഇഷ്ടപ്പെടും. പിന്നെ പറയുകയാണെങ്കിൽ ഈ ടാങ്കിൻ്റെ ഡിസൈൻ കണ്ടോ, ഈ ടാങ്കിൻ്റെ ഡിസൈനും നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടാങ്കിലോട്ട് നമുക്ക് വളരെ നന്നായിട്ട് ടക്കിൻ ചെയ്തിരിക്കാം. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഇങ്ങനെ ഗ്രാബ് ചെയ്ത് പിടിച്ച് ഓടിക്കുന്ന ഒരു ഫീൽ വരും. വളരെ നല്ല കാര്യമാണ്. സീറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് നോ കംപ്ലയിൻറ്റ്സ്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സുസുക്കി അതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ വണ്ടിയുടെ കാര്യം പറയുവാണെങ്കിൽ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ്. ഈവൻ എൻജിൻ്റെ സൈഡിലാണേലും സീറ്റിങ്ങിൻ്റെ സൈഡിലാണേലും വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇരിക്കുവാണേലും അങ്ങനെ വലിയ എക്സ്ട്രീം സ്പോർട്ടി ആയിട്ടൊന്നും ഒന്നുമില്ല. ഈവൻ ലൈക്ക് R15 V3യുടെയോ അല്ലെങ്കിൽ RC സീരീസിൻ്റെ പോലെ വളരെ സ്പോർട്ടി ആയിട്ട് ഇത്ര അഗ്രസീവായിട്ട് ഇരിക്കേണ്ടി വരില്ല. റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് വണ്ടിക്ക് വരുന്നത് 3 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഈ സീറ്റിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സീറ്റിൽ ഇറങ്ങിയിരിക്കുവാണെങ്കിൽ നമുക്കിതുപോലെ അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കാം. കുറച്ചൊന്ന് ലീനേ ഉള്ളൂ. അതേസമയം സീറ്റിൽ നിന്ന് കുറച്ചൊന്ന് പുറകോട്ടിറങ്ങി കുറച്ചുകൂടെ ഒന്ന് ലീൻ ചെയ്ത് നമുക്ക് ഇച്ചിരി കൂടെ സ്പോർട്ടി ആയിട്ടിരിക്കാം. അത് വളരെ നല്ല കാര്യമാണ്. നമുക്കിങ്ങനെ സീറ്റ് സ്വിച്ച് ചെയ്ത് കളിക്കാം. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിയാൽ തന്നെ കാണാം, നല്ല അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്ന ടൈപ്പിലുള്ളൊരു മീറ്റർ കൺസോളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെഗറ്റീവ് LCD യൂണിറ്റാണ്. ഇതിൽ വരുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ മണ്ടയിൽ ഒരു ടാക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫ്യൂവൽ ഗേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, സ്പീഡോമീറ്റർ, ട്രിപ്പ് 1 ട്രിപ്പ് 2 അങ്ങനെയുള്ള കാര്യങ്ങൾ, ടൈം കാര്യങ്ങളെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉണ്ടല്ലോ. ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. കാരണം 250cc വണ്ടിയാണ്,
അപ്പം ഈ സെഗ്മെൻറ്റിലുള്ള ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ഇച്ചിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്റർ കൺസോൾ ഉണ്ട്. മീറ്റർ കൺസോൾ ആ ഒരു യൂണിറ്റിൻ്റെ ഭാഗത്തൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻസ് വളരെ മിനിമലായി പോയോ എന്നൊരു സംശയം. പക്ഷേ എല്ലാം വളരെ റീഡബിളായിട്ട് വളരെ വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചുറ്റും നമുക്ക് കുറേ ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹൈ ബീമിൻ്റെയും എഞ്ചിൻ്റെയും ABSൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മണ്ടലൊരു RPM ലിമിറ്റിൻ്റെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ എൻജിൻ സൈഡ്, അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ന്യൂ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 249cc യൂണിറ്റാണിത്. 249cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാം, 250cc ഉള്ള വണ്ടിക്ക് ഇപ്പോഴും ഓയിൽ കൂൾഡോ, എന്താണ് സുസുക്കി, നിങ്ങൾ ഇവിടെ പിശുക്ക് കാണിച്ചോ? അങ്ങനെ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഇത് നമ്മുടെ സാധാരണ ഓയിൽ കൂളിംഗ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് അല്ല വന്നിരിക്കുന്നത്. സാധാരണ ഓയിൽ കൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആ എഞ്ചിനെ തന്നെ എയർ കൂളിംഗ് പ്ലസ് ഓയിൽ കൂളിംഗ് ആണ് വരുന്നത്. അതായത് ആ എഞ്ചിനെ കൂടെ ഫിൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂളാവാൻ വേണ്ടി ഓയിൽ പ്ലസ് എയർ കൂളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെയല്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓയിൽ കൂളിംഗ് മാത്രമുള്ളൊരു സ്പെഷ്യൽ എഞ്ചിനാണിത്. സുസുക്കി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവരോട് ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, സുസുക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം. അത് അവരുടെ പേറ്റൻ്റാണ്, അതുകൊണ്ട് തന്നെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ ഹീറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഓൾമോസ്റ്റ് കുറച്ച് ദൂരം ഓടിച്ചു. സിറ്റി ഡെഡ് ട്രാഫിക് കൂടെ ഓടിക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഹീറ്റിംഗ് പ്രോബ്ലമായിട്ടൊന്നും ഒന്നുമില്ല. ഹീറ്റിംഗ് ഉണ്ട്, ഓഫ് കോഴ്സ് ഹീറ്റിംഗ് ഉണ്ട്. വണ്ടി നന്നായിട്ട് ഓടിയാണ്. ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ വരെ വന്ന വണ്ടിയാണ്. എന്നിട്ടും ഞാൻ ആ ഡെഡ് ട്രാഫിക് കൂടെ ഓടിച്ചിട്ടും എനിക്കങ്ങനെ ഹീറ്റിംഗ് ഓവർ ഹീറ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എഞ്ചിൻ വളരെ റിഫൈൻഡ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിഫൈൻമെൻറ്റും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അത് വളരെ നീറ്റാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലാണ്. പിന്നെ ഇതിൻ്റെ പവർ ബാൻഡ് എന്ന് പറയുന്നത് വളരെ ലീനിയറാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ആ ഒരു ലീനിയർ അല്ല. ലീനിയർ എന്ന് പറഞ്ഞാൽ പക്കാ ലീനിയറാണ്. അതായത് ലോ എൻഡും മിഡ് റേഞ്ചും ടോപ്പ് എൻഡും അതുപോലെ പഞ്ചിയാണ്. എപ്പം കൈ കൊടുത്താലും നമുക്ക് എൻജിൻ റെഡി ടു ഗോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതുപോലൊരു എൻജിനാണ്. വളരെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പവർ തരുന്നുണ്ട്. ആ ഒരു കാര്യത്തിലും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് സുസുക്കി, ഞാൻ ഒരു ജിക്സർ യൂസർ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സുസുക്കി ഇത്ര നല്ലൊരു സ്റ്റെപ്പ് എടുത്ത് ഈ വണ്ടിക്ക് ഒരു അപ്ഗ്രേഡേഷൻ, ജിക്സറിന് ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ വണ്ടിക്ക് വരുന്നത് SOHC എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഒരു റെഡ് ലൈനൊക്കെ ഹിറ്റ് ചെയ്യുന്നത്, വണ്ടിയുടെ റെഡ് ലൈൻ ചെയ്യുന്നത് 10K RPM-ലാണ്. അപ്പോൾ ആ റെഡ് ലൈനിലോട്ടൊക്കെ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഫുഡ് പാക്കിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അതില്ലാന്ന് ഞാൻ പറയില്ല, കാരണം അത് ഫീൽ ചെയ്യാനുണ്ട്. ബാക്കി ഈ ഒരു ഫെയറിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്ര ബൾക്കി ആയിട്ടുള്ളൊരു ഫെയറിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൊടിക്ക് പോലും വൈബ്രേഷൻ വരുന്നില്ല. ഫുഡ് പാക്കിൻ്റെ ഭാഗത്തുനിന്നും സീറ്റിൻ്റെ ആ ഒരു ബാക്ക് ഭാഗത്തുനിന്നും ഈ ഒരു ഭാഗത്തുനിന്നായിട്ടൊരു ചെറിയ ബസ് ഫീലുണ്ട്. ഒരു ചെറുതായിട്ടൊരു പൊടിക്കൊരു വൈബ്രേഷൻ ഉണ്ട്. പക്ഷെ അത് ബാക്കി എങ്ങനെ ഓടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ആ ഒരു റെഡ് ലൈൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് തോന്നുന്നുണ്ട്, ഒരു ടോപ്പ് എൻഡ് ആ ഒരു റേഞ്ചിൽ. പക്ഷേ മിഡ് റേഞ്ചും ലോ എൻഡും എന്നൊക്കെ പറഞ്ഞാൽ പക്ക റിഫൈൻഡാണ്. നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് തന്നെ നോക്കണം. ഇപ്പം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വണ്ടിക്ക് വരുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, വിത്ത് വെറ്റ് ക്ലച്ച് ആണ്, സ്ലിപ്പർ ക്ലച്ച് വരുന്നില്ല. പിന്നെ വണ്ടിയുടെ സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 90 to 120 ആണ് വരുന്നത്. ആ സ്പീഡിൽ വളരെ നന്നായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാൻ വിട്ടു ഒരു കാര്യം, ഡിസൈനിൻ്റെ കാര്യം പറയുമ്പം ഈ വണ്ടിക്ക് വരുന്ന ഇത്ര ഉള്ളൊരു ചെറിയൊരു എന്താ പറയുക, ഒരു വൈസറാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ചുമ്മാ ആ ഒരു ഫെയറിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രം കൊണ്ട് വെച്ചിരിക്കുന്നൊരു സംഭവമായിരുന്നു ആ ഒരു വൈസർ എന്ന് പറയുന്നത്. പക്ഷേ അത് പ്രത്യേകിച്ച് ഫങ്ഷണലല്ല. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ മൊത്തം വണ്ടിയിൽ എനിക്ക് ആ ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് ആ ഒരു പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഓണർ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി ഇച്ചിരി ടൂർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം പുള്ളിക്ക് അത് കംഫർട്ടബിളായിട്ട് ഒരു ബബിൾ വൈസർ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇഷ്യൂ അങ്ങനെ പുള്ളി അത് ഓവർകം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഓവർകം ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു 90 to 120 ആ ഒരു സ്പീഡിൽ വളരെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അതായിരിക്കും ഇച്ചിരിയും കൂടെ രസം. എനിക്ക് ഈ വണ്ടി എന്താണെന്നറിയില്ല, ഭയങ്കര അഡിക്റ്റീവായിട്ട് തോന്നുന്നു. വണ്ടി എത്ര ഓടിച്ചാലും കൊതി തീരാത്ത ടൈപ്പിലുള്ളൊരു സെറ്റപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ
വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ബ്രേക്ക് കോംബോ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ബ്രേക്ക് അത്യാവശ്യം നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഉണ്ട്. നല്ല കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ടൈപ്പിലുള്ള ബ്രേക്കിംഗ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലൊരു ആവറേജ് ബ്രേക്കിംഗ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നല്ലൊരു ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ടയേഴ്സ് വരുന്ന MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ 110 സെക്ഷനും ബാക്കിൽ 150 സെക്ഷനുമാണ്. അതുകൊണ്ട് അത്യാവശ്യം വളരെ നന്നായിട്ട് കോർണർ ചെയ്യാൻ പറ്റും വണ്ടിക്ക്. ആ ഒരു ടയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. സസ്പെൻഷൻ എല്ലാം ഒരു സ്റ്റിഫർ സൈഡിലോട്ടാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റെബിലിറ്റിയും, ഇപ്പോൾ ഹൈവേയിൽ ടൂർ ചെയ്യുകയാണെങ്കിലും നല്ലൊരു സ്റ്റെബിലിറ്റിയും കോൺഫിഡൻസും തരുന്നുണ്ട്. നല്ല രീതിയിൽ ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ടൈറ്റർ സൈഡിലായതുകൊണ്ട് തന്നെ. പിന്നെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് CBR 250R ആയിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ വണ്ടി ഡിസ്കണ്ടിന്യൂഡ് ആണ്. സോ ആ വണ്ടി പോയ സ്ഥിതിക്ക് 250 സെഗ്മെൻറ്റിൽ ഒരു വളരെ നല്ല സ്പോർട്സ് ടൂറർ എന്നുള്ള കാറ്റഗറി ഓഫ് കോഴ്സ് റൂൾ ചെയ്യുന്നത് ഈ വണ്ടിയാണ്. വേറെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല. പിന്നെ കുറച്ച് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയൊരു ആളാണ് RR310, നമ്മുടെ മൈറ്റി RR310. പക്ഷേ ആ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ആ വണ്ടി കുറച്ചുകൂടെ പവർഫുള്ളാണ്. ഈ എഞ്ചിനേക്കാളും വളരെ പവർഫുള്ളാണ്. പിന്നെ ഇച്ചിരി കൂടെ സ്പോർട്ടി ആയിട്ടാണ് ആ വണ്ടിയിലിരിക്കുന്നത്. പിന്നെ അതും ഈ പറഞ്ഞ പോലെ ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണ്. വളരെ നല്ലൊരു വണ്ടിയാണ്. പക്ഷേ അതിൽ ഈ വണ്ടിയിൽ വരുന്ന അത്രയും പിലിയൻ സപ്പോർട്ട് വരുന്നില്ല. ആ വണ്ടിയിൽ ഒട്ടും പിലിയൻ സപ്പോർട്ട് കൊടുക്കുന്നില്ല. വളരെ ചെറിയൊരു സീറ്റാണ്. പിന്നെ ഈ വണ്ടി വരുന്നത് 2 കളർ ഓപ്ഷനിലാണ്. ഈ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റ് ബ്ലാക്ക് കളറും ഈ റെഡ് സ്റ്റിക്കറൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് കേട്ടോ. ഇപ്പം മാറ്റ് ബ്ലാക്ക് കളറും പിന്നെ ഒരു മാറ്റ് സിൽവർ കളറിലുമാണ് വരുന്നത്. വണ്ടിക്ക് ഇവിടെ ഓൺ റോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ അറൗണ്ട് 2,10,000 to 2,15,000 ആ ഒരു റേഞ്ചിലാണ് വണ്ടിക്ക് ഓൺ റോഡ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പം എന്താ പറയുക, ഒരു വളരെ നല്ലൊരു വാല്യൂ ഫോർ മണി ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വരുന്നത് ഇപ്പം സർവീസ് പീരീഡ് ആണെങ്കിലും നമുക്ക് വരുന്നത് once in 4,000 കിലോമീറ്റേഴ്സാണ്. 4,000 to 5,000 കിലോമീറ്റേഴ്സിലാണ് നമുക്കിവിടെ സർവീസ് ഇൻ്റർവ്യൂ വരുന്നത്. പിന്നെ സർവീസ് കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1,500 തൊട്ട് 2,000 വരെയാണെന്നാണ് ഓണേഴ്സ് പറയുന്നത്. വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 35-40 ആ റേഞ്ചിൽ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ആസ് പെർ ദി ഓണേഴ്സ്. അപ്പം വളരെ നല്ലൊരു മൈലേജും വണ്ടി തരുന്നുണ്ട്. പിന്നെ ടാങ്കും അത്യാവശ്യം നല്ല ഒരു ടാങ്ക് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാങ്ക് റേഞ്ചും അത്യാവശ്യം നല്ലൊരു രീതിയിൽ നമുക്ക് ടാങ്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയുവാണെങ്കിൽ വണ്ടി ടൂറിങ്ങിന് വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ റിലാക്സ്ഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരിക്കാനാണേലും ഓടിക്കാനാണേലും വണ്ടി വളരെ ഒരു ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണ്. ഫെയറിംഗ് ഉള്ള വണ്ടിയാണേലും നമുക്ക് സാധാരണ വരുന്ന പോലെ ഈ ഫെയറിംഗ് ഉള്ള വണ്ടി ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഈവൻ ക്ലിപ്പ് ഓൺസ് ആണ് കൊടുത്തെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫ്ലിക്കബിലിറ്റി വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പറയുവാണെങ്കിൽ ഈവൻ സിറ്റിയിലോട്ടാണേലും ടൂറിങ്ങിലോട്ടാണേലും നോക്കുന്നവർ ഈ വണ്ടി ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും റിഫൈൻമെൻറ്റുമാണ്. ഈ വണ്ടിയുടെ ഭാഗത്തൊന്നും ഒരു വിധത്തിലുള്ള എൻജിൻ സ്ട്രെസ് ഫീലും ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വളരെ റിഫൈൻഡാണ് വണ്ടി. ഓടിക്കാനാണെങ്കിലും വളരെ സുഖകരമാണ്. സോ അങ്ങനെയൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും ഈ വണ്ടി കൺസിഡർ ചെയ്യുക. ഈവൻ 250cc വണ്ടിയാണേലും നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബൈക്കാണ് ഈ സുസുക്കി ജിക്സർ SF 250. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഓടിച്ചതിൽ വെച്ച് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ ഒരു യങ്ങർ സിബ്ലിംഗ് ആയിട്ടുള്ള ജിക്സർ 150യുടെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പം ഈ വണ്ടിയെപ്പറ്റി പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നവിടം വരെ എല്ലാവർക്കും ബൈ.